ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരാളെ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് പഠിക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ആ കോഴ്സ് പഠിക്കണം എന്ന് പറയാണ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഗൂഗിളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, 100+ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓൺലൈൻ ഓഫ്ലൈൻ ഓപ്ഷൻസ്, ഇതൊക്കെ മെഡിക്കൽ കോഡിംഗ് പഠിക്കാനുണ്ട്. ഞാൻ എന്തിന് കാർഡിയ സജസ്റ്റ് ചെയ്യും? നിങ്ങളുടെ റിലേറ്റീവിന് ഈ കോഡിങ് എന്തുകൊണ്ട് കാർഡിയ പഠിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ അനിയത്തി പഠിച്ചിട്ടുണ്ട് കാർഡിയയിൽ, എൻ്റെ ഒരുപാട് റിലേറ്റീവ്സ് പഠിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ ആ വശം മാറ്റി വെച്ചിട്ടുണ്ട് ഉത്തരം പറയാം. നിങ്ങൾ മെഡിക്കൽ കോഡിങ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അപ്രൂവ്ഡ് സെൻറ്റേഴ്സിൽ പഠിക്കണം. അത് മെഡിക്കൽ കോഡിംഗ് എന്നല്ല, ഏത് കോഴ്സ് ചെയ്യുമ്പോഴും അതിൻ്റെ അതോറിറ്റിയിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. നിങ്ങൾക്ക് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ അപ്രൂവ്ഡ് സെൻറ്റേഴ്സ് കാണാൻ പറ്റുള്ളൂ. സോ കാർഡിയ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അപ്രൂവ്ഡ് സെൻറ്ററാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു കോഡിംഗ് എന്നതിലപ്പുറം ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇവരുടെ ഫ്യൂച്ചറും കൂടെ കാണുന്നുണ്ട്. അതായത് നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അവരുടെ പേഴ്സണാലിറ്റി ഫോക്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ബേസ് ചെയ്തിട്ട്, അതേപോലെ തന്നെ അവർക്ക് കരിയർ ഗ്രോത്തിൽ എന്തൊക്കെ വേണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ മൊഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആരെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിലും കാർഡിയ ഈസ് ദ ബെസ്റ്റ് ചോയ്സ്.